കുട്ടാ നീ എന്തിവിടെ? ക്ലബ്ബിൽ വിട്ടു വന്നു. ഒന്നും പറയണ്ട കളിയാ. ജോലിയായിട്ട് ഇറങ്ങിയപ്പോൾ ലേറ്റായി, ലാസ്റ്റ് ബസ് മിസ്സായി. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. എന്തായാലും നടന്നു തന്നെ പോവാം, വേറെ വണ്ടിയില്ല. നീ എന്തിവിടെ ഇരിക്കണ? ആരെങ്കിലും വന്നിട്ട് പോകാൻ വിചാരിച്ചു. എന്തായാലും ഞാൻ വന്നില്ലേ, ഇനി വാ നമുക്ക് വീട്ടിൽ പോവാം. ബാ. അല്ലടിയാ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഏത് വഴിയാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ വഴിയാ? ഇതുവഴി പോയി 5 മിനിറ്റ് നമുക്ക് വീടെത്തും. പക്ഷേ 6 മണി കഴിഞ്ഞ് ഇതുവഴി ആരും പോകില്ല. ഇതുവഴി നമുക്ക് പോവാം. ഇത് 20 മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതുവഴി തന്നെ പോവാം കേട്ടോ. ബാ. എന്തായാലും കഴിവാ. ഇതുവഴിയാ? അല്ല, എനിക്ക് പേടിയില്ല, ഞാൻ ഇതുവഴി പോയിക്കോളാം. ആരുള്ളത്? നമുക്ക് പേടിയില്ല? ഇല്ല. ഇപ്പൊ അത് ആരോ പാസ് ചെയ്ത് തോന്നിയതായി. ഇല്ലടേ, ഞാൻ കണ്ട്. അല്ല, എനിക്ക് പേടിയില്ല. പണ്ടാര ചെരുപ്പ് പൊട്ടാൻ കണ്ട സമയം. കുട്ട പോളിയാ? കുട്ടാ കുട്ടാ കുട്ടാ, നീ ഇത് എവിടെ പോയത് കുട്ടാ? ഞാൻ മുള്ളാൻ പോയത്. ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ? ഇങ്ങോട്ട് വന്നാണ് കുട്ടാ. നമുക്ക് ഈ അമ്പലത്തിലെ കഥ എന്താണെന്നറിയാം. പണ്ട് കാലത്ത് ഏകദേശം ഒരു 50 വർഷത്തിന് മുന്നേ ഇവിടെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. ആ പൂജാരി സ്ഥിരമായിട്ട് തൊഴാൻ വന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നത് ഇവിടുത്തെ ഈ ചാലിൽ കുഴിച്ചിട്ടിരുന്നു. അതിനുശേഷം ആ പൂജാരി ആരും കണ്ടിട്ടില്ല, ഈ പെൺകുട്ടി ആരും കണ്ടിട്ടില്ല. പക്ഷേ അതിനുശേഷം ഇതുവഴി 6 മണിക്ക് ശേഷം ആരെയും കടത്തി വിട്ടിട്ടില്ല. മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി വരണമെന്ന് പറഞ്ഞത്. എന്തായാലും കുട്ടൻ്റെ വീട് എത്തിയിട്ടുണ്ട്, നമുക്ക് പോകാം. നമുക്ക് 100 ആയുസ് കൂട്ടാൻ. 6 മണിക്ക് ശേഷം ഇന്നുവരെ ആരും ഇതുവഴി കടന്നു വന്നിട്ടില്ല. പ്രിയേ, ഇതാര്? എന്താ സച്ചു? ഇനി മേലാല് കുട്ടനെ കളിക്കാൻ വേണ്ടി അവന്മാരോടൊന്നും വിടല്ലേട്ടല്ല, അല്ലെങ്കിൽ നേരത്തെ കാലത്ത് വീട്ടിൽ വരാൻ പറയണം കേട്ടാ. അതിന് കുട്ടൻ ഇന്ന് എവിടെയും പോയിട്ടില്ലല്ലോ. അവൻ ഇന്ന് മുഴുവൻ ടിവിയുടെ ഫ്രണ്ടിലുണ്ട്. കുട്ടാ, എന്താണ് ഇവിടെ? കുട്ട